രാഗാതിരോഗാൻ സതതാനുഷക്താൻ അശേഷക്കായ പ്രസിദ്ധാൻ അശേഷാൻ ഔത്സുക്യമോഹ അരതിതാൻ ജഘാന യോ അപൂർവ വൈദ്യായ നമോസ്തു തസ്മൈ. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാ രോഗങ്ങളെയും വേരോടെ പിഴുതുമാറ്റുന്ന ആ വിശിഷ്ട വൈദ്യനായ ദൈവത്തെ നമസ്കരിക്കുന്നു. ഞാൻ ഡോക്ടർ നൈന മാടപ്പള്ളി, പരത്തുവയലിൽ ഹോസ്പിറ്റലിൽ ആയുർവേദ വിങ്ങിൽ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പലർക്കും പൊതുവേ ഉള്ള ഒരു സംശയമാണ് കർക്കിടക ചികിത്സയെപ്പറ്റി. ആയുർവേദത്തിൽ കർക്കിടക ചികിത്സയുടെ ആ ഒരു സമയത്ത് കർക്കിടകത്തിൽ നമ്മൾ ചികിത്സ ചെയ്യുന്നതിൻ്റെ ഒരു പ്രാധാന്യത്തെപ്പറ്റി നമ്മൾക്കൊന്ന് ചിന്തിക്കാം. നമ്മൾക്ക് 12 മാസങ്ങളാണ്, ജാനുവരി മുതൽ ഡിസംബർ വരെ 12 മാസങ്ങളാണ് ഇംഗ്ലീഷ് കാലണ്ടറിലുള്ളത്. അതുപോലെ തന്നെ 12 മാസങ്ങൾ മലയാള മാസങ്ങളും നമുക്കുണ്ട്. ഇത് ആയുർവേദത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഋതുപ്രകാരം 6 ഋതുവായിട്ടാണ്, ഈ 12 മാസങ്ങളെ 6 ഋതുവായിട്ടാണ്, 6 ഋതു അല്ലെങ്കിൽ 6 സീസൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതിൽ ആദ്യത്തെ 3 സീസൺസ്, പിന്നത്തെ 3 സീസൺ എന്നുള്ള രീതിയിൽ ഒരു 2 സെറ്റായിട്ടാണ് അത് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ പറഞ്ഞു വരാൻ കാരണം എല്ലാവർക്കും കർക്കിടകത്തിൽ നമ്മൾ എന്തുകൊണ്ട് ചികിത്സ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. അതിലെ ആദ്യത്തെ സെറ്റ് ഓഫ് സീസൺസ്, 3 സീസൺസ് എന്ന് പറയുന്നത് ജാനുവരി മിഡ് മുതൽ ജൂലൈ മിഡ് വരെ, ജാനുവരി മിഡ് മുതൽ ജൂലൈ മിഡ് വരെ. സെക്കൻഡ് സെറ്റ് ഓഫ് 3 സീസൺസ് അല്ലെങ്കിൽ 3 ഋതു എന്ന് പറയുന്നത് ജൂലൈ മിഡ് മുതൽ നെക്സ്റ്റ് ജാനുവരി മിഡ് വരെ എന്നുള്ള ഒരു കാലയളവാണ്. ഇതിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് നമ്മൾ നിസ്സാര രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ജാനുവരി മുതൽ ജൂലൈ വരെ എന്താണ് കാലാവസ്ഥയിൽ വരുന്ന ഒരു വ്യത്യാസം എന്നുള്ളത്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ജാനുവരിയിൽ തണുപ്പാണ്, ഫെബ്രുവരി തണുപ്പ് ലേശം കുറഞ്ഞു, മാർച്ചിൽ ചൂടായി വരുന്നു, ഏപ്രിൽ മെയ് ചൂട് കൂടി വരുന്നു. അതായത് തണുപ്പിൽ നിന്ന് ചൂടിലേക്കുള്ളൊരു ട്രാൻസിഷനാണ് ഈ ഒരു 6 മന്ത്സ് അല്ലെങ്കിൽ ഈ 3 ഋതു, ഈ 6 മാസത്തെ 3 സീസൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഈ 3 സീസൺസ് അല്ലെങ്കിൽ ഈ 6 മാസം സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ പറഞ്ഞാൽ ഈ ഒരു 6 മാസം എന്ന് പറയുന്നത് തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു, ചൂട് കൂടി കൂടി വരുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ജൂണിൽ മഴ പെയ്താൽ ജൂണിൽ തണുപ്പായി, മഴ പെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ജൂലൈയിലാണ് മഴ പെയ്തെങ്കിൽ ജൂലൈയിലായിരിക്കും തണുപ്പ് വരിക എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് സെറ്റ് ഓഫ് സീസൺസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ജൂലൈ മിഡ് മുതൽ നെക്സ്റ്റ് ജാനുവരി മിഡ് വരെ എന്ന് വെച്ചാൽ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. ജൂലൈ മിഡ് എന്ന് പറയുമ്പോൾ മഴ പെയ്തു, നല്ല മഴയുള്ള സമയം. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒക്കെ മിക്കവാറും തന്നെ മഴ കിട്ടും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ, നവംബർ നമ്മൾ തണുപ്പിലേക്ക് കടന്നു. ഡിസംബർ, ജാൻ നല്ല തണുപ്പായി. അതായത് മഴയിൽ നിന്ന് തണുപ്പ് കൂടി കൂടി ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ട്രാൻസിഷൻ ടൈം എന്ന് പറയുന്നത്, അതായത് തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് വന്നു, ചൂടിൽ നിന്ന് മഴയായി അത് വീണ്ടും തണുപ്പിലേക്ക് പോകുന്നു എന്നുള്ളൊരു ട്രാൻസിഷണൽ പീരീഡ്, ആ ഒരു ചേഞ്ച് ഓവർ വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഈ ജൂലൈയിൽ ഫോളോ ചെയ്യുന്നത്. അതുതന്നെയാണ് നമ്മൾ മലയാള മാസത്തിൽ കർക്കിടകം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ചൂട് കൂടുന്നതനുസരിച്ച് മനുഷ്യൻ്റെ ശരീരത്തിലെ ദഹനശേഷി കുറയുന്നു, കൂടാതെ തന്നെ ശരീരത്തിൻ്റെ ബലവും കുറയുന്നു. തണുപ്പ് കൂടുന്നതനുസരിച്ച് ദഹനശേഷി ബെറ്റർ ആകുന്നു, കൂടാതെ തന്നെ ശരീരത്തിൻ്റെ ബലവും ബെറ്റർ ആകുന്നു. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ പീരിയഡിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഡൈജഷൻ വളരെ പുവറായിട്ടിരിക്കുന്ന സമയമാണ്, മെറ്റബോളിസം പുവറായിട്ടിരിക്കുന്ന സമയമാണ്, കൂടാതെ തന്നെ ബോഡി സ്ട്രെങ്ത്ത് കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രിദോഷ കോപം ഉണ്ടാകുന്ന സമയമാണ്. ദോഷം വാതം, പിത്തം, കഫം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അങ്ങനെ 3 ദോഷങ്ങളും ബാലൻസിൽ അല്ലാണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ സീസൺ, ഈ കർക്കിടകം എന്ന് പറയുന്ന സീസൺ. ആ സമയത്ത് ആചാര്യന്മാർ പറയുന്നത് ശോധനക്രിയ ചെയ്യുക എന്നുള്ള, ശരീരത്തിന് ശുദ്ധി വരുത്തുക എന്നുള്ള കാര്യമാണ് ആചാര്യന്മാർ പറയുന്നത്.
അതുകൊണ്ടാണ് നമ്മൾ കർക്കിടകത്തിൽ ഈ ഒരു നമ്മുടെ ടോക്സിസിറ്റി, നമ്മുടെ ശരീരത്തിൽ ഡൈജസ്റ്റീവ് പവർ കുറഞ്ഞ് നമ്മുടെ ബോഡിയിൽ ടോക്സിസിറ്റിയൊക്കെ ബിൽഡപ്പ് ചെയ്ത് മാക്സിമത്തിൽ നിൽക്കുന്ന ആ സമയത്ത് നമ്മൾ ഡീടോക്സിഫൈ ചെയ്യുക. നമ്മൾ സാധാരണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ ആൻഡ് റെജുവിനേഷൻ. ഡീടോക്സിഫൈ ചെയ്ത് നമ്മൾ ബോഡീനെ റെജുവിനേറ്റ് ചെയ്തെടുക്കുന്നു. അതാണ് ഈ കർക്കിടക ചികിത്സയിൽ നമ്മൾ ചെയ്യുന്നത്. അതാണ് കർക്കിടകത്തിൽ നമ്മൾ ഈ ഒരു കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു പ്രാധാന്യവും ഇത് തന്നെയാണ്. ഇനി നമ്മൾക്ക് എങ്ങനെയൊക്കെ ഈ ശോധനക്രിയ ചെയ്യാം എന്നുള്ളതാണ്. ശോധനം പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ആയുർവേദത്തിൽ. വമനം, വിരേചനം, വസ്തി, നസ്യം എന്നിങ്ങനെ പല രീതികളാണ് ശോധനക്രിയയ്ക്കായി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും എളുപ്പം ഒരു പരിധിവരെ വിരേചനം. വമനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഛർദ്ദിപ്പിക്കുക. മരുന്ന് നമ്മൾ കൊടുത്ത് ദേഹത്തിലുള്ള ടോക്സിസിറ്റീസ് എല്ലാം നമ്മൾ ഉത്ക്ലേശിപ്പിച്ച് അത് കഴിഞ്ഞ് നമ്മളത് ഛർദ്ദിപ്പിച്ച് കളയുക. GI ട്രാക്റ്റിലേക്കെല്ലാം കൊണ്ടുവന്ന് ഛർദ്ദിപ്പിച്ച് കളയുക എന്നുള്ളതാണ് വമനം എന്ന് പറയുന്നത്. വിരേചനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിലേക്ക് GI ട്രാക്റ്റിലേക്ക് എല്ലാ ടോക്സിസിറ്റീസും കൊണ്ടുവന്ന്, എല്ലാ മാലിന്യങ്ങളും കൊണ്ടുവന്ന് അത് പുറന്തള്ളി ഏനൽ റൂട്ടിലൂടെ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് വിരേചനം എന്ന് പറയുന്നത്. വസ്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കേറ്റഡ് എനീമയാണ്. നസ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേസൽ ഇൻസ്റ്റലേഷൻ, മൂക്കിൽ നമ്മൾ മരുന്ന് ഇറ്റിച്ച് കഴുത്തിനും അതുമാതിരി തന്നെ തലയിലും ഉള്ള സ്രോതസ്സുകളൊക്കെ ക്ലിയറാക്കി അവിടെ ഒരു ശോധനം, കഴുത്തിന് മേളിലേക്കുള്ള ശോധനക്രിയയ്ക്കാണ് നസ്യം എന്ന് പറയുന്നത്. ഒരു ഹോൾ ബോഡി ഡീടോക്സിഫിക്കേഷന് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിരേചനം തന്നെയാണ്. വിരേചനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിളക്കുക എന്നുള്ളത്. പല പേഷ്യൻസിനും അതിൻ്റെ ഒരു പ്രാധാന്യം അറിയില്ല. പലരും വരുമ്പോൾ നമ്മളോട് പറയും, ഡോക്ടറെ എൻ്റെ വയറ്റിൽ നിന്ന് പോകുന്നതൊക്കെ സുഗമമായിട്ട് എനിക്ക് വയറിളക്കാൻ മരുന്ന് വേണ്ടാട്ടോ എന്ന് പറയും. അത് അവർക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. വെറുതെ വയറയഞ്ഞ് പോകുക, വെറുതെ നമ്മളുടെ വയറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് വെറുതെ നമ്മൾ അയഞ്ഞ് പുറത്തേക്ക് പോവുക എന്നുള്ളത് മാത്രമല്ല ഈ ഒരു വിരേചന കർമ്മത്തിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി ഫുൾ ചാനൽസാണ്. ആയുർവേദ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് ബോഡി ഫുൾ പോഴ്സ് ആൻഡ് ചാനൽസാണ്. ഈ ചാനൽസിൽ പലപ്പോഴായിട്ട് അടിഞ്ഞുകൂടി കിടക്കുന്ന ക്ലോഗ്സ് ഉണ്ടാകും. ക്ലോഗ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ചാനൽസ് പലതും ക്ലോഗ്ഡ് ആയിട്ടായിരിക്കുന്നത്. നമ്മൾ മെഡിസിൻസ് തരുമ്പോൾ ഈ ക്ലോഗ്സ് ഒക്കെ ക്ലിയറായി വന്ന് GI ട്രാക്റ്റിലേക്ക് വരുന്നു. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു മാർഗം മുഖേന പുറന്തള്ളുന്നു. അതിന് ഏറ്റവും എളുപ്പമായ മാർഗം വിരേചനമാണ്. നമ്മൾ വയറിളക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മിക്കവാറും തന്നെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിന് പോകുമ്പം വയറിളക്കുക എന്നുള്ളൊരു ചികിത്സ വരികയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വെറുതെ അയഞ്ഞു പോകാൻ വേണ്ടിയിട്ടല്ല, ശരീരത്തിന് ശുദ്ധി വരുത്തുവാൻ കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശോധന കർമ്മങ്ങൾ ചെയ്യുകയും കൂടാതെ തന്നെ ശേഷം നന്നായിട്ടൊന്ന് ശുദ്ധി വരുത്തിയതിന് ശേഷം നമ്മൾ ഗുണമുള്ള സാധനങ്ങൾ കഴിച്ചാലാണ് പ്രയോജനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഗുണമുള്ള ക്രിയകൾ, റിജുവനേഷൻ വേണ്ടിയുള്ള ക്രിയകൾ ചെയ്താലാണ് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം ഡീടോക്സിഫിക്കേഷൻ ചെയ്തിട്ട്, ശോധന ചെയ്തിട്ട് ശേഷം നമ്മൾ റിജുവനേഷന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസും അതുമാതിരി തന്നെ ട്രീറ്റ്മെൻറ്റ്സും ചെയ്യുന്നു. ഇതാണ് നമ്മൾ കർക്കിടക ചികിത്സയിൽ ചെയ്തു വരുന്നത്. കർക്കിടക ചികിത്സ ഒരു വർഷം ചെയ്താൽ വീണ്ടും വീണ്ടും എല്ലാ വർഷവും ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട്. ഒരു വർഷം ചെയ്തതുകൊണ്ട് അടുത്ത വർഷവും ചെയ്യേണ്ടി വരും. കർക്കിടകത്തിൽ ഒരു ചികിത്സ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത കർക്കിടകത്തിലും ചികിത്സ ചെയ്യേണ്ടി വരും അതൊരു തെറ്റിദ്ധാരണയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കർക്കിടകത്തിൽ ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞോണം നമ്മളുടെ ശരീരത്തിലുള്ള എല്ലാ ടോക്സിസിറ്റീസും കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. വാതം, പിത്തം, കഫം എന്നീ ദോഷങ്ങളെല്ലാം ഒരു ബാലൻസിൽ അല്ലാതെ നിൽക്കുന്ന ഒരു സമയവും, ഡൈജസ്റ്റീവ് പവർ നമുക്ക് വീക്കായിട്ടിരിക്കുന്ന സമയവും, ബോഡി സ്ട്രെങ്ത്ത് ലോ ആയിട്ടിരിക്കുന്ന സമയമാണ്. അതിനൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റിയും കുറഞ്ഞിരിക്കുന്ന സമയം. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ബലം റീകൂപ്പ് ചെയ്യാൻ, സ്ട്രെങ്ത്ത് റീകൂപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഒരു സാഹചര്യം ഇതാണ്. ഇത് ഒരു തവണ ഒരു കർക്കിടകത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നോർത്ത് അടുത്ത തവണ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടാവുമോ, ശരീരത്തിന് കേടാണോ എന്നുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അത് ശരിയല്ല, അത് വെറും തെറ്റിദ്ധാരണയാണ്. വളരെ സിമ്പിളായിട്ട് പറയാം, നമ്മുടെ പല ആചാര്യന്മാർ ഒത്തിരി സിമിലീസ് പറയുന്നുണ്ട്. നമ്മൾ ഒരു ചികിത്സ ചെയ്യുമ്പോൾ അത് ഉപമിക്കുന്നുണ്ട്, പല കാര്യങ്ങളോടും ഉപമിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ശോധനക്രിയയെ ഉപമിക്കുന്നത് ഒരു വസ്ത്രം അലക്കുന്നതിനോടാണ്, ഒരു ക്ലോത്ത് നമ്മൾ വാഷ് ചെയ്യുന്നതിനോടാണ്. നമ്മൾ ഡിറ്റർജൻറ്റിലിടുന്നു, നന്നായിട്ട് അത് വാഷ് ചെയ്തെടുക്കുന്നു. ഇതാണ് ഒരു ശോധനക്രിയയിൽ നമ്മളുടെ ബോഡിയിലും സംഭവിക്കുന്നത്. നല്ല രീതിയിൽ അതൊന്ന് വാഷ് ചെയ്ത് നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ്.
ഒരു തുണി അഴുക്കായി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ കഴുകേണ്ടി വരും എന്നോർത്ത് നമ്മളത് ഒരിക്കലും കഴുകാണ്ടിരിക്കുമോ? ഇല്ല. നമ്മളത് കഴുകിയെടുക്കും, വീണ്ടും അഴുക്കാവും, വീണ്ടും കഴുകിയെടുക്കും എന്നുള്ള രീതിയാണ്. ഇനി കാലാനുസൃതമായിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെഹിക്കിൾസ്. നമ്മൾ വണ്ടി എല്ലാവരുടെയും വീട്ടിൽ വാഹനങ്ങളുണ്ടാവും. നമ്മൾ കൃത്യമായി സർവീസ് ചെയ്യില്ലേ? 10,000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ കൃത്യമായിട്ട് അത് നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയി നമ്മൾ സർവീസ് ചെയ്യും. അതിൻ്റെ ഇജക്ഷൻ ശരിയാണോ, ഫ്യൂവൽ പ്രോപ്പറായിട്ടാണോ പോകുന്നത്, അതിൻ്റെ ബെയറിങ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ലൂബ്രിക്കേഷൻ പ്രോപ്പറായിട്ടുണ്ടോ, ടയർ തേഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് ഈ വണ്ടി നന്നായിട്ട് ഓടുന്നു, ഈ വണ്ടിക്ക് കമ്പനി പറഞ്ഞ ലൈഫ് കിട്ടുന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തും. 10,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമ്മൾ സർവീസ് ചെയ്തു, വീണ്ടും അടുത്ത 10,000 കിലോമീറ്റർ വീണ്ടും നമ്മൾ സർവീസ് ചെയ്യും, വീണ്ടും അടുത്ത 10,000 കിലോമീറ്റർ വീണ്ടും സർവീസ് ചെയ്യും. ആദ്യത്തെ 10,000 കിലോമീറ്റർ സർവീസ് ചെയ്താൽ വീണ്ടും വീണ്ടും സർവീസ് ചെയ്യേണ്ടി വരും എന്നോർത്ത് നമ്മൾ ആദ്യത്തെ സർവീസ് ഒഴിവാക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ വഴിയിൽ കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി സർവീസ് ചെയ്യും, വണ്ടിയുടെ ലൈഫ് പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ചെയ്യും. എന്ന് പറയുന്നത് പോലെ തന്നെ ഈ വണ്ടിയുടെ ഉള്ളിലിരിക്കുന്ന നമ്മൾ എപ്പോഴെങ്കിലും നിന്ന് പോകുമോ എന്ന് പലരും ചിന്തിക്കുന്നില്ല. നമ്മൾക്കും ഒരു പ്രോപ്പർ സർവീസ്, അത് തന്നെയാണ് ഈ ഡീടോക്സ് എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർ സർവീസ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അത് ശരീരത്തെപ്പറ്റി നന്നായി പഠിച്ചിട്ടുള്ള ആചാര്യന്മാർ പറയുന്നത് ശോധന ചികിത്സ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. സമയാസമയങ്ങൾ, അതിലൊരു വർഷത്തിൽ ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് കർക്കിടകം തന്നെയാണ്, വേറെ അസുഖങ്ങളൊന്നും പ്രത്യേകിച്ചില്ലാത്തവർക്ക്. ഇനി കൂടുതൽ അസുഖങ്ങളോ വേറെ അസുഖങ്ങളും കാര്യങ്ങളും എമർജൻസി ആയിട്ടുള്ള കേസസിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു അസുഖം വരുന്നത് കർക്കിടകത്തിൽ തന്നെ ഒന്നും പറയാൻ പറ്റില്ല, ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും വരാം. ആ സമയത്ത് നമ്മൾ ശോധന ചെയ്യും. ആ അസുഖ സംബന്ധമായ കാര്യങ്ങൾ, ഹെൽത്ത് കണ്ടീഷൻസ് കണക്കിലെടുത്ത് നമ്മൾ ആ സമയത്തും ശോധന ചെയ്യും. ഇങ്ങനെ പീരിയോഡിക്കലി ചെയ്യുന്ന ഒരു ശോധനക്രിയ നമുക്ക് നമുക്കുണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അത് മാത്രം നമുക്ക് പ്രിവെൻറ്റീവായിട്ട് പല ഡിസീസസും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, നമുക്ക് ഉള്ള രോഗങ്ങളുടെ തീക്ഷ്ണത, അതിൻ്റെ സിവിയറിറ്റി കുറയ്ക്കാനും വേണ്ടിയിട്ട് വളരെയധികം ഫലപ്രദമാണ്. ഇനി ആർക്കൊക്കെ ശോധന ചെയ്യാം? അത് കുഞ്ഞുങ്ങളിൽ ഒരു 12 മുതൽ 16 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർ, അതുപോലെ തന്നെ പ്രായമായവർ, എല്ലാവർക്കും ശോധനക്രിയയും ആയുർവേദിക് ട്രീറ്റ്മെൻറ്റും എല്ലാം ചെയ്യാവുന്നതാണ്. പ്രൊവൈഡഡ് അവരുടെ ഒരു ശരീരബലം, അവരുടെ രോഗാവസ്ഥയും ശരീരബലവും അഗ്നിബലവും എല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യുക. കർക്കിടക ചികിത്സ എല്ലാവർക്കും ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ ശരീരപ്രകൃതിയും അവരവരുടേതായ രോഗാവസ്ഥയും അനുസരിച്ച് ഓരോരുത്തർക്കും സ്പെസിഫിക് രീതിയിലായിരിക്കും കർക്കിടക ചികിത്സ വരുന്നത്. അത് ഹോൾ ബോഡി ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും, ഉള്ളിലേക്കുള്ള മെഡിസിൻസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഹോൾ ബോഡിയിൽ നമ്മൾ ഏതൊക്കെ മെഡിസിൻസ് ഉപയോഗിക്കുന്നു, ഏത് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നു, ഏത് ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നു, ഉള്ളിലേക്കുള്ള മെഡിസിൻസ് നമ്മൾ ഏതൊക്കെ ഉപയോഗിക്കുന്നു, ഡീടോക്സിന് ഏതൊക്കെ മെഡിസിൻ ഉപയോഗിക്കുന്നു, റെജുവിനേഷന് ഏതൊക്കെ മെഡിസിൻസ് ഉപയോഗിക്കുന്നു, ഇതെല്ലാം അവരവർക്ക് അവരവരുടേതായ രീതിയിലായിരിക്കും. അതല്ലാതെ ഒരു കോമൺ ആയിട്ടൊരു പ്രോട്ടോക്കോൾ, കർക്കിടക ചികിത്സ എന്ന് വെച്ചാൽ മസാജ് ആൻഡ് സ്റ്റീം ബാത്ത്, അങ്ങനെയൊക്കെ ചെറിയൊരു തെറ്റിദ്ധാരണ പൊതുവെ ജനങ്ങൾക്കിടയിലുണ്ട്. എനിക്ക് കർക്കിടക ചികിത്സ വേണം, ഒരു മസാജും സ്റ്റീം ബാത്തും തായോ എന്ന് പറഞ്ഞു വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒക്കെ ഒരു ബോധവൽക്കരണം ശരിക്കും പറഞ്ഞാൽ ആവശ്യമാണ്. അത് മാത്രമല്ല, കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് ശാസ്ത്രീയമായി തന്നെ ചെയ്യുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അവരവരുടെ ശരീരപ്രകൃതിയും രോഗാവസ്ഥയും അനുസരിച്ച് തന്നെയായിരിക്കും നമ്മൾ ചികിത്സ നിർദ്ദേശിക്കുന്നത്. കർക്കിടക ചികിത്സയിൽ തീർച്ചയായും പഥ്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതാണ്. ഏത് ആയുർവേദ ചികിത്സയിലും പഥ്യം ഉണ്ട് എന്ന പോലെ തന്നെ കർക്കിടക ചികിത്സയും അതേ രീതിയിൽ തന്നെ നമ്മൾ പഥ്യങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഏത് ആയുർവേദ ചികിത്സ ചെയ്യുമ്പോഴും നമ്മുടെ ബോഡി ഒന്ന് ലാക്സ് ആവും, അല്ലെങ്കിൽ ഒന്ന് ടെൻഡർ ആവും. ബോഡി ഒന്ന് ടെൻഡറായി അതിന് ശേഷം ഒന്ന് ഉടച്ച് വാർക്കുക എന്ന് പറയുന്ന ഒരു രീതി, ഒന്ന് ഉടച്ച് വാർത്തെടുക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഒന്ന് ടെൻഡർ ആയതിനു ശേഷം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ട്രെങ്ത്ത് റീഗെയിൻ ചെയ്യാനായിട്ടുള്ളൊരു ടൈമും കൂടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. മെയിനായിട്ട് വരുന്ന പഥ്യങ്ങൾ എന്ന് പറയുന്നത് ചികിത്സയിലായിരിക്കുമ്പോഴും പഥ്യത്തിൻ്റെ സമയത്തും
എത്ര ദിവസം നമ്മൾ ചികിത്സയിലായിരിക്കുന്നു അത്രയും ദിവസം തന്നെ പഥ്യം പാലിക്കേണ്ടത് ആവശ്യമാണ്. അത്രയും ദിവസം തന്നെ എങ്കിലും, മിനിമം അത്രയും ദിവസം തന്നെ എങ്കിലും നമ്മൾ പഥ്യം പാലിക്കേണ്ടതാണ്. ഇപ്പോൾ 7 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ 7 ദിവസം പഥ്യം, 14 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ 14 ദിവസത്തെ പഥ്യം, നിർബന്ധമായിട്ടുമുള്ള പഥ്യം പാലിക്കേണ്ടതാണ്. പഥ്യങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനും വേണ്ട വിശ്രമമാണ് ആദ്യത്തെ പഥ്യം. നമ്മളുടെ മനസ്സ് താപം ഉള്ളതായിരിക്കും, അതായത് ചൂട് എന്ന്, മനസ്സിൻ്റെ ചൂട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം ഇതെല്ലാം വരും. അല്ലെങ്കിൽ സ്ട്രെസ്സ്, വർക്കിൻ്റെ പ്രഷർ, വീട്ടിലെ പ്രഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും മനസ്സിൻ്റെ കാര്യത്തിൽ. ഇങ്ങനെയുള്ള മനസ്സിന് ഉണ്ടാകുന്ന പ്രഷർ, അതുമാത്രം ബോഡിക്ക് ഉണ്ടാകുന്ന സ്ട്രെയിൻ, ഫിസിക്കൽ സ്ട്രെയിൻ, ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഭക്ഷണം, വെള്ളം എല്ലാം ചെറു ചൂടോടുകൂടി ആയിരിക്കുക എന്നുള്ളത്. പിന്നെ ഭക്ഷണ ക്രമീകരണത്തിൽ ഉള്ളത് ആഹാരം മിതമായിട്ടും ഹിതമായിട്ടും ലഘുവായിട്ടും കഴിക്കുക എന്നുള്ളത്. ഈ കാര്യങ്ങൾ മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ് പഥ്യത്തിൽ. പിന്നെ അതാത് അസുഖങ്ങൾക്ക് വേണ്ടിയതായ പഥ്യങ്ങൾ അത് അതിൻ്റേതായ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതാണ്, അതും പാലിക്കേണ്ടതാണ്. കർക്കിടക ചികിത്സയിൽ പഥ്യം ആവശ്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഏതൊരു ചികിത്സയും ചെയ്യുന്നത് പോലെ തന്നെ പഥ്യങ്ങൾ പാലിക്കേണ്ടതാണ്. ഏതൊരു ചികിത്സയും ചെയ്യുന്നത് പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ബോഡി ടെൻഡർ ആകുന്നു, പിന്നെ വീണ്ടും സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ അതിൻ്റേതായ ഒരു സമയം എടുക്കുന്നു എന്നുള്ളത് പോലെ എന്ന് മറ്റു ചികിത്സയിൽ ഉള്ളതുപോലെ തന്നെ കർക്കിടക ചികിത്സയിലും ഉണ്ട്. അതുകൊണ്ട് പഥ്യം വളരെയധികം പാലിച്ചാലാണ് നമുക്ക് ശരിയായൊരു പ്രയോജനം നമ്മളുടെ ശരീരത്തിന് കിട്ടുകയുള്ളൂ. നമ്മൾ ഒന്ന് ഉടച്ചിട്ടുണ്ടെങ്കിൽ, അത് വാർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെറ്റാവാൻ നമ്മളൊരു സമയം കൊടുക്കും. ഒന്ന് ഉടച്ച് വാർത്താൽ അത് സെറ്റാവാനൊരു സമയം നമ്മൾ കൊടുക്കുമല്ലോ. അത് ഉടച്ച് വാർത്ത ഉടനെ തന്നെ നമ്മളതിൽ സാധനങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുകയോ ചെയ്യുമല്ലോ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ബോഡി ഒന്ന് ഉടച്ച് വാർത്തിട്ടുണ്ടെങ്കിൽ അത് സെറ്റാവാൻ, സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാനുള്ളൊരു സമയം കൂടെ നമ്മൾ കൊടുക്കേണ്ടതാണ്. കർക്കിടക മാസത്തിൽ പൊതുവെ കഴിച്ചു വരുന്നൊരു ഡിഷാണ്, കേരളീസിൻ്റെ ഒരു ഡിഷാണ് കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. കർക്കിടക കഞ്ഞിയുടെ ഒരു പ്രാധാന്യം നമ്മൾക്കൊന്ന് നോക്കാം. കർക്കിടക കഞ്ഞിയിൽ അടങ്ങിയിരിക്കുന്നത് മെയിനായിട്ടും കർക്കിടക കഞ്ഞിയിൽ ഐഡിയലി നമ്മൾ പറയാൻ ഞവരയരി, പിന്നെ ഉലുവ, ആശാളി, പിന്നെ പച്ചമരുന്നുകൾ, പല പച്ചമരുന്നുകളുടെ സ്വരസം, അതായത് ജ്യൂസ് എടുത്ത് ഒഴിച്ച് നന്നായി പാകം ചെയ്ത് തേങ്ങ ചിരകിയതും നറുനെയ്യിൽ ചുവന്നുള്ളി താളിച്ച് ചേർത്ത് അങ്ങനെ ഉപയോഗിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. കർക്കിടക മാസം മുഴുവൻ അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പഴമക്കാർ പലരും അത് ഉപയോഗിച്ച് വന്നിരുന്നു. ഇപ്പോൾ അത് കിറ്റിലൊക്കെ ലഭ്യമാണ്. കർക്കിടക കഞ്ഞി കിറ്റ് എന്ന് പറഞ്ഞൊക്കെ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് മാസം മുഴുവൻ കഴിക്കുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് പകരമായി ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമാണ്. അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഞവരയരിയാണ്. ഞവരയരിയുടെ ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബോൺ ഹെൽത്ത് എൻഹാൻസ് ചെയ്യുന്നു, സ്കിൻ ഹെൽത്ത് എൻഹാൻസ് ചെയ്യുന്നു, ബോഡി സ്ട്രെങ്ത് ബെറ്റർ ആക്കുന്നു, ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതെല്ലാമാണ്. പിന്നെ കൂടാതെ അതിലുള്ളത് ഉലുവ, ആശാളി, മരുന്നുകൂട്ട് എന്നിവയെല്ലാം എല്ലാത്തിനും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്നുള്ളൊരു പ്രോപ്പർട്ടിയാണുള്ളത്. ഇതെല്ലാം നമ്മളുടെ ശരീരം ഈ കാലാവസ്ഥയനുസരിച്ച് നമ്മളുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന ചേഞ്ചസിൽ നിന്ന് നമ്മളുടെ ബോഡിയെ റിജുവനേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയുടെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഇതെല്ലാം വളരെ ഒരു സഹായകമായിട്ട് ഈ ഒരു കർക്കിടക കഞ്ഞി സേവ നമ്മുടെ ബോഡിക്ക് വളരെ ഒരു ഹെൽപ്ഫുള്ളായിട്ട് ഡൈജഷൻ ബെറ്ററാക്കാനും, മെറ്റബോളിസം ബെറ്ററാക്കാനും, എബ്സോർപ്ഷൻ ബെറ്ററാക്കാനും, ബോഡി സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാനുമായിട്ട് വളരെ സഹായമായിട്ട് നിൽക്കുന്നു. നമ്മളൊരു സ്ത്രീയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ, ഒരു പെൺകുട്ടിയായി നമ്മൾ ജനിച്ചു, പിന്നെ പീരിയഡ്സ് ആവുന്ന ഒരു സമയം, പീരിയഡ്സ് റിലേറ്റഡ് ഒരു ഹോർമോണൽ ചേഞ്ചസ് വരുന്ന ഒരു സമയം, ശേഷം കല്യാണം കഴിയുന്നു, കുഞ്ഞുങ്ങളുണ്ടാവുന്ന ഒരു കാലഘട്ടം, അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ഒരു 40കളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മെനോപോസ്, അതായത് പീരിയഡ്സ് നിൽക്കുന്ന ഒരു സാഹചര്യം, പീരിയഡ്സ് നിൽക്കുന്നതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, അത് കഴിഞ്ഞതിന് ശേഷമുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു ജനനം മുതൽ പീരിയഡ്സ് ആവുന്നത് മുതൽ പീരിയഡ്സ് നിന്നതിനും അതിനുശേഷവും ഒത്തിരി ചേഞ്ചസ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സംഭവിക്കുന്നു. ഇതിലൊരു 40s ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിമെനോപോസൽ സ്റ്റേജാണ്. അതായത് പീരിയഡ്സ് നിൽക്കാൻ പോകുന്ന ഒരു സമയമാണ് പെരിമെനോപോസൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ഹോർമോണൽ വേരിയേഷൻസ് ശരീരത്തിലുണ്ടാകും. പല കാൽഷ്യം എബ്സോർപ്ഷൻ കുറയും,
നമ്മുടെ ബോൺ വീക്കാവും, ഡീജനറേറ്റീവ് ചേഞ്ചസ് കൂടാനുള്ള സാധ്യതകളുണ്ട്. ശരീരത്തിൽ ക്ഷീണം, വല്ലാണ്ട് ചൂട്, തളർച്ച, ഉറക്കക്കുറവ്, ദേഷ്യം എന്നുള്ള കാര്യങ്ങളെല്ലാം കയറി വരുന്നൊരു കാലഘട്ടമാണത്. ആ ഒരു സമയത്ത് വളരെ ഫലപ്രദമാണ് ഈ ഒരു ഡീടോക്സ് ആൻഡ് റിജുവിനേഷൻ. കർക്കിടക മാസത്തിലോ അല്ലെങ്കിൽ അല്ലാണ്ടോ എപ്പോഴാണെങ്കിൽ പോലും നമ്മൾക്ക് സ്ത്രീകളൊരു 40 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ വർഷവും ഒരു ഡീടോക്സ് ആൻഡ് റിജുവിനേഷൻ അത്യാവശ്യമാണ്, അവരുടെ ശരീരബലം നിലനിർത്തുവാനും ഓജസ് നിലനിർത്തുവാനും വേണ്ടിയിട്ട്. നമ്മൾ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സിൽ കർക്കിടക ചികിത്സയെ പറ്റി പറഞ്ഞപ്പോൾ ശരീരത്തിന് ശുദ്ധി വരുത്തുന്ന ശോധനക്രിയയെപ്പറ്റി നമ്മൾ സംസാരിച്ചു. കൂടാതെ നമുക്ക് കേരളത്തിലൊക്കെ അറിയാം, പല വീടുകളും ഒട്ടുമിക്കവരും തന്നെ കർക്കിടകത്തോടനുബന്ധിച്ച് അതിന് മുന്നേ ആയിട്ട് തന്നെ വീട് വളരെയധികം വൃത്തിയാക്കുന്നു, ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം മാറ്റുന്നു, വളരെ അടുക്കും ചുറ്റിയോടുകൂടി വയ്ക്കുന്നു. അതുപോലെ തന്നെ കർക്കിടകം എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനാ മാസമാണ്. എല്ലാവരും ഒരു പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് മനസ്സിനും ശുദ്ധി വരുത്തുന്നു. അപ്പോൾ അങ്ങനെ ശരീരത്തിനും മനസ്സിനും പരിസരത്തിനും ശുദ്ധി വരുത്തുന്ന ഒരു മാസമായി തീരട്ടെ കർക്കിടകം എന്നെല്ലാവർക്കും ആശംസ നേരുന്നു.